അമ്മ സോറി. എന്തിന്? അത് ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ. എന്നോടിങ്ങനെ മിണ്ടാതിരിക്കല്ലേ അമ്മ. വേണേ 2 ചീത്ത പറഞ്ഞോ, തല്ലിക്കോ, പക്ഷെ എന്നോടൊന്നും സംസാരിക്കാണ്ടിരിക്കല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റണില്ല അമ്മ. സീതമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ കാണണേ. അപ്പൊ അമ്മ എന്നോട് മിണ്ടാതിരുന്ന. നീ ഇപ്പൊ എന്തിനാ കൃഷ്ണ ഇങ്ങനെ കരയുന്നേ? ആദ്യം എന്താ ഈ കരച്ചിലൊന്നും നിർത്ത്. വെറുതെ ആവശ്യമില്ലാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ കരഞ്ഞു മോങ്ങി. ആദ്യം നിന്റെ ആ ശീലമൊന്നും നീ മാറ്റി. പിന്നെ മക്കൾ എന്തേലും തെറ്റി ചെയ്ത അമ്മ ചിലപ്പോ ചീത്ത പറയും, തല്ലും. എന്തിനിതാ ഇതുപോലെ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കും. അതങ്ങനാടി, നിനക്കതിനെ കുറിച്ച് അറിയാത്തോണ്ടാ. ശരിയാ, എനിക്കതിനെ കുറിച്ച് അറിയാത്തോണ്ടാ. അറിയാനും വേണ്ടിട്ട് എന്റെ അമ്മ. ഇവളിത് ആ അമ്മയില്ലെന്താ ഈ അമ്മയില്ലേ ഇപ്പൊ നിനക്ക്? അമ്മ സോറി. ഈ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ സോറി പറയുന്ന കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല. എനിക്കറിയാം നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്. പിന്നെ ആ സമയം ഞാൻ അവൻ ആ വയ്യാത്ത കാലം വെച്ച് പുറത്തു പോയതിന്റെ ദേഷ്യവും എല്ലാം കൂടി ആയപ്പോ നീ അത് മനസ്സിൽ വെച്ചേക്കണ്ട. ഒന്നുമില്ലേ, അമ്മയല്ലേ വഴക്ക് പറഞ്ഞേ, മോളത് വിട്ടേരെ. അതൊന്നും സാരമില്ല, അമ്മയ്ക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഞാൻ കാരണം അമ്മ വിഷമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ അമ്മയെ ഒരു രീതിയിലും വിഷമിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, അതങ്ങനെ തന്നെ അല്ലേ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ അങ്ങനെ ഒരു സംശയം എൻ്റെ സീതമ്മയ്ക്ക് വേണ്ട. എന്തായാലും ഈ ഞാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് വിഷമിക്കേണ്ടി വരില്ല. അത് മതി, അത് കേട്ടാൽ മാത്രം മതി എനിക്ക്. മിത്തേ, ഹാ അത് പിന്നെ എന്താന്ന് വെച്ചാ എന്താടാ? അത് പിന്നെ അയ്യോ ഒന്ന് പറ, എന്താ അത്? എന്താന്ന് വെച്ചാ എന്റെ കൈ നിൽക്കുന്നില്ല, എനിക്കൊരു അത്യാവശ്യ കാര്യം. എന്താടാ? അയ്യോ എനിക്ക് വയ്യ. വയ്യെന്നോ? ഇനി അച്ഛനെന്തേലും? അമ്മയ്ക്ക് അല്ല, പിന്നെ നിളക്കെന്തേലും? ഓ അതും അല്ല, പിന്നെ എന്താടാ അതിണ്ടി മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറഞ്ഞേ. അത് പിന്നെ ഇന്ന് സ്റ്റുഡിയോ വെച്ച് അല്ല, ഇന്നൊരു പുതിയ കൊറിയോഗ്രാഫി ചെയ്തില്ലേ? അതിന് അല്ലടാ, അതിന്റെ സ്റ്റെപ്പ് ഇങ്ങനാണോ? പന്നി, എന്താടാ ഇത് ചോദിക്കാനാണോടാ തെണ്ടി പട്ടിയെ പോലെ കിടന്ന് അണക്കിന്? അത് പിന്നെ ഞാനത് കളിച്ചു നോക്കണമെങ്കിൽ എനിക്ക് ആ പോഷൻ മാത്രം കിട്ടുന്നില്ലടാ. അത് കയ്യോടെ നിന്റെ അടുത്ത് വന്ന് ചോദിക്കാന്ന് വെച്ചിട്ടാ ഞാൻ ഓടി. അതാ, നീ ഒന്ന് കളിച്ചു കാണിക്ക്, ഞാൻ കളിച്ചു കാണിക്കണം. അല്ലെങ്കിലും ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും നീയല്ലേ അത് ക്ലിയർ ചെയ്ത് തരാറ്. അതാ, ഒന്ന് കളിച്ചു കാണില്ലടാ. എന്നെ കണ്ടിട്ട് നിനക്ക് വല്ല തോന്നുന്നോ? എന്തുവാടാ? അതെ, ഇത് കണ്ടോ നീ? നല്ല പോലെ കണ്ടോ? ഹാടാ, നിന്റെ കണ്ണിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലേ? വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഹാടാ. അപ്പൊ ഇത് കണ്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത് പിന്നെ നല്ല കാലി. ആ ബാൻഡേഡ് കുറച്ചുകൂടി കളർഫുൾ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി കൊള്ളായിരുന്നു. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താടാ, ഒന്ന് കളിച്ചു കാണിക്കാൻ പറഞ്ഞേനാന്നോ? നിനക്ക് പറ്റത്തില്ലെങ്കിൽ വേണ്ട. എടാ പന്നി, എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റാണ്ടായി പോയത് നിന്റെ ഭാഗ്യം. എടത്തേണ്ടി, ഞാനിത് നിന്റെ അമ്മായിയമ്മയ്ക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി വരിഞ്ഞു കെട്ടി വെച്ചേക്കുമല്ല. ഞാനത് മറക്കും, എനിക്കറിയാം. മറന്നില്ലേലേ ഉള്ള അതിശയം. സോറിടാ, ഞാനത് ഓർത്തില്ല. ഇനിയിപ്പോ ഇത് ക്ലിയർ ആവാണ്ട് എനിക്ക് ഉറക്കവും വരത്തില്ല. നീ അതിനെന്തിനാ ഇങ്ങനെ കിടന്ന് തല പറിക്കുന്നേ? ജസ്റ്റ് ഒരു ഹാൻഡ് പൊസിഷന്റെ കാര്യല്ലേ, അത് നീ നിർമ്മലിനോട് ചോദിച്ചാ പോരെ? ഓ അത് ശരി, അങ്ങനൊന്നും ഉണ്ടായിരുന്നല്ലേ. എങ്കിൽ പിന്നെ ഞാൻ പോയി അവനോട് ചോദിച്ചിട്ട് വരാം. എടാ, അത് സമയം എത്ര പോയോ? ഇവന്റെ ഒരു കാര്യം, പോയ പോലെ തന്നെ ജീവനോടെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു.
ഇച്ചായ എന്താടി ആരും ഡോറിൽ മുട്ടുന്നു. ഈ നേരത്ത് ഇച്ചായ നീ ശബ്ദം ഉണ്ടാക്കല്ലേ. ആരായാലും നമ്മൾ ഉറങ്ങി വെച്ചിട്ട് പോയിക്കോളും. നിർമ്മലേ 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 നിർമ്മലോ ഭംഗി. ഇവന് പാതിരാത്രിക്ക് ഉറക്കമൊന്നുമില്ല എന്റെ കർത്താവേ. ഇച്ചായ ചെന്ന് നോക്ക്. അവൻ ഇങ്ങനെ കിടന്ന് വിളിക്കണമെങ്കിൽ എന്തേലും അത്യാവശ്യം കാണും. ചെല്ല്. നിർമ്മലേ ഓ വരുവാടെ പന്നി തെണ്ടി കനി പാറ്റിടാൻ വേണ്ടിട്ട് കറക്റ്റ് ടൈമിങ്ങിനാണ് കയറി വന്നോളൂ. ആ ഫ്ലോയിലൊന്ന് വന്നതാ. അപ്പോഴവന്റെ അമ്മ പിടിക്കാൻ വേണ്ടിട്ട് എന്താ നീ എന്തുവാടാ ഈ നട്ടപ്പാതിരാത്രിക്ക് നിനക്ക് എന്താടാ പ്രശ്നം? എടാ അളിയ എനിക്കൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വന്നതാ. ഓ അവന്റെ ഒടുക്കത്തൊരു ഡൗട്ട്. അതെ നീ ഇപ്പൊ ചെല്ലാൻ നോക്ക്, ഞാനകത്ത് അവക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. അവക്ക് ഈ സമയത്ത് എന്ത് ഡൗട്ട്? അല്ല നീ എന്താ ഈ കോലത്തില്? ഞാനകത്തൊരു കുട്ടിയും കോലും കളിച്ചോണ്ടിരുന്ന. കുട്ടിയും കോലോ? എന്നിട്ട് കളിച്ചു കഴിഞ്ഞോ? എങ്ങനെ കളിച്ചു കഴിയാനാ? കുട്ടിയകത്തും കോലെന്റെ കയ്യിലും ആയിപ്പോയില്ലേ. അതുമല്ല പാതിക്ക് വന്നെല്ലാം നശിപ്പിച്ചില്ലേ സാമദ്രോഹി. ആണല്ലേ? എങ്കിൽ പിന്നെ നീ പോയി കളിച്ചിട്ട് ജയിച്ചിട്ട് വാ, ചെല്ല്. ആ ഫ്ലോ കളഞ്ഞ തെണ്ടി, നിന്നെ ഞാൻ രാവിലെ എടുത്തോളാം കേട്ടോടാ പന്നി. ഐ ആം ബി സോറി അളിയ, സോറി. അവന്റെ ഒരു കോറി. എന്തായി, ഡൗട്ട് ക്ലിയർ ആയോ? ഇല്ലടാ. എന്തു പറ്റി? അതോ അതെ അവൻ അവളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുവായിരുന്നടാ. അതിനിടയ്ക്കാ ഞാൻ നീ കാവടി തുള്ളി പോയത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ പോയ സ്പീഡിൽ തന്നെ തിരിച്ചിവിടെ വരുമെന്ന്. ഒന്നുമില്ല, ഇപ്പൊ സമയം എത്ര എന്നുള്ള ബോധമെങ്കിലും നിനക്ക് വേണ്ടേ? ഇനി നിളയ്ക്ക് വല്ല ഡൗട്ടും ഉണ്ടോ ആവോ? അപ്പൊ ശരിയടാ, ഗുഡ് നൈറ്റ്. നീ പോവാണോ? നിന്റെ ഡൗട്ട് ക്ലിയർ ആയില്ലല്ലോ. അതോ അത് ആ ഡൗട്ട് ഞാൻ നാളെ ക്ലിയർ ചെയ്തോളാം. ഇപ്പഴാ ഓർത്തെ, കുറച്ച് മുന്നേ നീളെ എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചായിരുന്നേ. ഞാൻ പോയി അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ചെല്ല്. അല്ലടാ, ഇനി നിനക്ക് വല്ല ഡൗട്ടും ഉണ്ടോ? ഞാൻ വേണേ കൃഷ്ണയോട് പന്നി. ആഹാ പാവല്ലേ, ഇവിടെ ചൊറിയും കുത്തി ഇരിക്കല്ലേ. അപ്പൊ നിനക്കും ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലോ എന്ന് വിചാരിച്ചപ്പോ അത് ഞാൻ ഇവിടെ എവിടോ. വേണ്ട. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ഇവന്റെ ഒരു കാര്യം. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്നിട്ട് എന്താ എന്റെ ശിവ നിനക്ക്? ഹലോ മിത്തേ, എടാ ഇച്ചേനെ വിളിച്ചിട്ട് കോൾ കണക്ട് ആവണില്ല. അവരെ കിട്ടാൻ എന്തേലും വഴിയുണ്ടോ? നീ അലക്സിനെ വിളിച്ചു നോക്കടി. എടാ ഞാൻ അവനെയും വിളിച്ചു നോക്കിയതാ, അവന്റെ കോളും കണക്ട് ആവുന്നില്ല. ആണോ? അവനും അവർ കൂടെ പോയേക്കുക. ഞാനിനിയിപ്പോ എന്താടി, എന്തേലും അത്യാവശ്യം ഉണ്ടോ? ഹാടാ, ഇവിടെ ഹോസ്പിറ്റലിലാകെ സീനോ? ഹാടാ, ഇവിടെ മൊത്തത്തിൽ. അല്ലടി, അതിന് നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അത് ഹാൻഡിൽ ചെയ്യാൻ അവിടെ ആളില്ലേ? എന്നൊക്കെ ചോദിച്ചാ എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയയും ഇല്ല. അവളാണെങ്കിൽ ഇവിടെ കിടന്ന് കരഞ്ഞ്. അവളോ? കരയുന്നോ? അതിനു വേണ്ടി അവിടെ എന്താടി ഉണ്ടായേ? എന്റെ മിത്ത ഒന്നും പറയണ്ട, ഒരു ഫിംഗർ ഫ്രാക്ചറായിട്ട് വന്ന പേഷ്യന്റ് തുടങ്ങിയതാ. പേഷ്യന്റോ? നീ ഒന്ന് തെളിച്ച് പറ, അവിടെ എന്താ സംഭവിച്ചെന്ന്. എടാ നിനക്കറിയാലോ, നമ്മുടെ ഓർത്തോ ഫിസിഷ്യൻ സീനിയർ രജിസ്ട്രാർ കൃഷ്ണയാണെന്ന് അവളാ പുള്ളിക്കാരനെ അസസ് ചെയ്തത്. അതിനെന്താന്ന് വെച്ചാ അവള് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പുള്ളിയെ എക്സ്റേക്ക് വിട്ടതാ. പക്ഷെ റിസൾട്ട് കിട്ടിയ ടൈമിൽ കൃഷ്ണ അവിടെ ഇല്ലായിരുന്നു. പകരം സ്റ്റാഫ് നഴ്സ് കൊണ്ടുവന്ന് അത് റെസിഡന്റിലാണ് കൊടുത്തത്. ആ പുള്ളിക്കാരത്തിയാണെങ്കിൽ അത് കാര്യമായിട്ട് ചെക്ക് ചെയ്യാണ്ട് അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട്. മിസ്റ്റേക്ക് പറ്റിയെന്നോ? എന്ത് മിസ്റ്റേക്ക്?
എടാ പുള്ളിക്കാരൻ്റെ ലിറ്റിൽ ഫിംഗറിനായിരുന്നു ഫ്രാക്ചർ പറ്റിയത്. പക്ഷേ എക്സ്റേക്ക് വിട്ടപ്പോൾ അത് മാറിപ്പോയെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി അങ്ങേരെ കൊണ്ട് രണ്ടാമതും ചെയ്യിപ്പിച്ചു. അതാ ഇപ്പം ഇവിടെ വലിയ സീനായി നിൽക്കുന്നത്. ഇപ്പം എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ അവസാനം കൃഷ്ണയുടെ തലയിലാണ് വന്ന് നിൽക്കുന്നത്. അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അവർക്ക് രണ്ടാമത് എടുക്കേണ്ടി വന്നേന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, എന്നിട്ട് ആ റെസിഡൻ്റായിട്ട് നിന്ന് പുള്ളിക്കാരത്തി എന്താ പറയണേ? അവർ 100 വട്ടം അയാളോട് പറഞ്ഞതാ അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണെന്ന്. പക്ഷെ അത് കേൾക്കാൻ അയാൾ കൂട്ടാക്കണ്ടേ? ഇതെന്തോ കൃഷ്ണയോട് മുൻവൈരാഗ്യമുള്ള പോലെ അയാൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നേ. എന്തായാലും നീ ഫോൺ വെച്ചോ, ഞാനിപ്പം വരാം. നീയോ ഈ വയ്യാത്ത കാലം വെച്ച്? നീ അത് വിട്. പിന്നെ ഞാൻ എത്തുന്നത് വരെ നീ അവളെ ഒന്ന് രാം രാം ഇവൻ എന്തിനെ കിടന്ന് വിളിച്ചു പോന്ന്? രാം. അതെ, അവൻ ഇവിടെ ഇല്ല, സീതയുടെ കൂടെ മാർക്കറ്റിൽ പോയേക്കോ. ഓ ഇനിയിപ്പോ ഞാനിത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരുമല്ലോ. എന്തായാലും പോയല്ലേ പറ്റൂ. അല്ല, നീ ഇതെങ്ങോട്ടെ ഞൊണ്ടി ഞൊണ്ടി? നിങ്ങളുടെ അമ്മൂമ്മയ്ക്ക് വായു ഗുളിക മേടിക്കാൻ. എടാ ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. ഒന്ന് പോതല്ലേ. തള്ളയോ? എടാ ചെന്ന് കേറി കൊടുത്തിട്ട് വാ. സാർ, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യല്ലേ പ്ലീസ്. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എന്ത് സമാധാനമായിട്ട് സംസാരിക്കാന്ന്? ഇതുപോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് ഇതുപോലെ ഒരു പോസ്റ്റിൽ ഇരുത്തിയിട്ട് എന്റെ എന്തോ ഭാഗ്യത്തിനാ ഇത് ചെറിയൊരു ഫ്രാക്ചർ ആയത്. ഇതിലും വലുത് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പെണ്ണ്. സാർ, നിങ്ങളോട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ അത് സീനിയർ രജിസ്ട്രാറിന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് അല്ലെന്ന്. അതുമല്ല, ഈ പുള്ളിക്കാരത്തി അത് അക്സെപ്റ്റ് ചെയ്തതല്ലേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് സാർ നിങ്ങളത് മനസ്സിലാക്കാത്തത്? നിങ്ങളൊക്കെ അല്ലേലും അങ്ങനെ പറയൂ. ഇത് തന്നെ മറ്റു പല ഹോസ്പിറ്റലുകളിലും നടക്കുന്നത്. സീനിയേഴ്സിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്ക് താഴെയുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്. അത് തന്നെ ഇവിടെ നടക്കുന്നത്. മറ്റു ഹോസ്പിറ്റലുകളെ പോലല്ല ഈ ഹോസ്പിറ്റൽ. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah, I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop. ഇവിടുത്തെ മാനേജ്മെന്റും സ്റ്റാഫും വളരെ സിൻസിയർ ആയിട്ട് തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉള്ളവർക്കിടയിൽ സീനിയർ എന്നോ ജൂനിയർ എന്നോ ഉള്ള വേർതിരിവില്ല. ആർക്കാണോ മിസ്റ്റേക്ക് പറ്റിയത് അവരത് 2 കൈ നീട്ടി ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ആരും ആരുടെ തലയിലും ഒന്നും അടിച്ചേൽപ്പിച്ചിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കാറില്ല. ഓ പിന്നെ ശിവ, പറ എന്താ പറ്റിയ? ഓ ഹലോ, നിങ്ങൾ വന്ന ഉടനെ അവളോട് ചോദിക്കാണ്ട് ഇവിടെ എന്താ നടന്നതെന്ന് എന്നോട് ചോദിക്കൂ. അതല്ലേ ഒരു മര്യാദ. മിസ്റ്റർ, മര്യാദയെ കുറിച്ച് നിങ്ങൾ പറയുന്നു. അല്പമെങ്കിലും മര്യാദയുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യില്ലായിരുന്നു. ഞാൻ എന്ത് സീൻ ക്രിയേറ്റ് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഇവള് പറയുന്നേ ഇങ്ങനെ അവള് ഇവളെന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ ഇത് തന്റെ വീട്ടിലിരിക്കുന്ന ആരും അല്ല. ഷീസ് മൈ സ്റ്റാഫ്, സോ മൈൻഡ് യുവർ വേർഡ്സ്. ഓ, ലേഡി സ്റ്റാഫ് ആയോണ്ടായിരിക്കും ഇത്രയ്ക്കും പരിഗണന. ഇയാളെ വേണ്ട, എന്തൊക്കെയായാലും നമ്മുടെ ഭാഗത്താ തെറ്റ്. നീ വെറുതെ പ്രശ്നം വലുതാക്കല്ലേ, കൂളാവൂ. ഓക്കെ ശിവ, കാര്യം പറ, എന്താ ഉണ്ടായ? അത് എന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല. ഞാൻ കറക്റ്റായിട്ട് തന്നെ ഈ സാറിനെ നോക്കിയത്. പുള്ളിയുടെ കറക്റ്റ് ഫ്രാക്ചറായ ഫിംഗർ തന്നെ എക്സ്റേക്ക് വിട്ടതും. പക്ഷെ സാർ, ഇത് മാമിൻ്റെ അടുത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല. ഇറ്റ്സ് ഓൺലി മൈ മിസ്റ്റേക്ക്. ഞാനത് സാറിനോട് പറഞ്ഞതുവാ. പക്ഷെ പുള്ളി അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. സർ, ഞാൻ ഇപ്പൊ കൂടി നിങ്ങളോട് ചോദിക്കാം, കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്? എന്താണ് മിസ്റ്റർ സമാധാനമായിട്ട് പറഞ്ഞു തീർക്കേണ്ടത്? ഇത് ചെറിയൊരു കാര്യമായോണ്ട് അങ്ങനെ അങ്ങ് വിട്ടേക്കാന്നോ? സർ,
ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ആവശ്യമില്ലാണ്ട് ഒരാളെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ പെങ്കൊച്ചിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ പാവം പിടിച്ച് അതിന്റെ തലയിൽ ഇത് കെട്ടിവെച്ചത്. അതിനെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിന് സമ്മതിപ്പിച്ചിട്ട് അവസാനം എല്ലാരും കൂടി നിന്ന് നാടകം കളിക്കുന്നു. സർ, നിങ്ങൾ ഞങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? എനിക്ക് 100% ഉറപ്പാ ഈ പെങ്കൊച്ചിന്റെ അശ്രദ്ധ കാരണം തന്നെ ഇത് സംഭവിച്ചത്. എന്നിട്ട് അല്ല സർ, ഞാൻ പറഞ്ഞില്ലേ അത് എന്റെ ഭാഗത്തുനിന്ന് മിണ്ടാതിരി വെച്ചവിടെ. ഞാൻ ഇവക്കെതിരെ ഒരു പെറ്റീഷനായിട്ട് പോയാണ്ടല്ലോ. സർ പ്ലീസ്, കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്രശ്നോ? അപ്പൊ ഇത് വലിയ പ്രശ്നമാവോന്ന് നിങ്ങക്ക് പേടിയുണ്ടല്ലേ? ഞാൻ ഈ കേസായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഇത് ബാധിക്കുമെന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് ഒതുക്കി തീർക്കാൻ നോക്കുന്നത്. ഓക്കെ ഫൈൻ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഇത് ശിവയുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണെന്ന് തെളിഞ്ഞ നിങ്ങൾ പറയണ എന്ത് കോൺസിക്വൻസ് ഫേസ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. അതുപോലെ തന്നെ ആയിരിക്കണം തിരിച്ചും. നിള, ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റിയിലെ സ്റ്റാഫിനെ ക്യാബിനിലേക്ക് വിളിക്ക്. സെക്യൂരിറ്റിയോ? എന്തിന്? സാറ് പേടിക്കണ്ട, സാറിനെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റീസിനല്ല വിളിക്കുന്നത്. പിന്നെ സാറിനി മറന്നു പോയതാണോ അതോ മനഃപൂർവ്വം ഓർക്കാഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും പറയാം, ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. സോ ഇവിടുത്തെ മുക്കിലും മൂലയിലും എല്ലാം CCTV ക്യാമറാസ് ഉണ്ട്. അപ്പൊ പിന്നെ സാറ് പറഞ്ഞതാണോ ശരി അതോ ശിവ പറഞ്ഞതാണോ ശരി എന്നറിയാൻ ജസ്റ്റ് ആ ഫുട്ടേജസ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. സോ അതിനാ സെക്യൂരിറ്റീസിനെ വിളിച്ചത്. സാറ് പേടിക്കണ്ട, അവിടെ വെയിറ്റ് ചെയ്യും. നിള, നീ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആൻഡോയെന്ന് വിളിച്ചേരാ. പോലീസാ? ഇത് കുരിശാവോ? ഇവിടെ നിങ്ങനെ വന്നു. അതെ, ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, ഞാനിപ്പോ വരാവേ. വരണം. വരാം. അല്ലടാ, ഏതാണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞേടി. ആ പോയ സാധനമേ ഇനി തിരിച്ചു വരാൻ പോണില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അയാളുടെ മട്ടും ഭാവം കണ്ടാലേ അറിയാലോ ഇത് ശിവ ഐ മീൻ കൃഷ്ണനെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയതാണെന്ന്. അതാ ഞാൻ ഇങ്ങനൊരു എന്റെ പൊന്നോ, എന്തായാലും ഇത് അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. കുറച്ച് നേരത്തേക്കായാലും മനുഷ്യനെ വെള്ളം കുടിപ്പിച്ചു കളഞ്ഞു. വിട്ടേരടി, എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിയാ. റീത്ത, തന്റെ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. സോ എന്നെ കൊണ്ട് സോറി സർ, സോറി, ഞാൻ ശ്രദ്ധിച്ചോളാം, ഇനി ആവർത്തിക്കില്ല. സോറി സർ, റീത്തയുടെ ഭാഗത്തുനിന്ന് ഇത് ആദ്യമായിട്ട്. ആരും ആരുടെയും വക്കാലത്തും കൊണ്ട് വരാൻ നിക്കണ്ട. സോറി സർ. സാരോ? ഹലോ. ഹലോ, എന്തായി? എന്റെ പൊന്നു കൊച്ചെ, ഞാൻ പെട്ടേനെ. പെട്ടേനോ? കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം ഒരു കരയ്ക്ക് കൊണ്ട് എത്തിച്ചതാ. അപ്പോഴാ റീത്ത കാലുവാരിയത്. ആ പെണ്ണിന്റെ തലങ്ങും വിലങ്ങും നിന്ന് ആ നീള മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. അവസാനം ആ പെണ്ണുള്ള സത്യമെല്ലാം കൂടി വിളിച്ചു പറഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന്. അവിടം കൊണ്ട് തീർന്നില്ല. അതെല്ലാം പോട്ടെ, ആ MK ഉണ്ടല്ലോ, അവൻ വന്നിട്ട് എന്നെ പിടിച്ചു നിർത്തി പൊരിക്കുമായിരുന്നു, അറിയോ? അതിനവന്റെ കാല് വയ്യാണ്ടിരിക്കല്ലേ, പിന്നെങ്ങനെ അവൻ അവിടെ? അതൊന്നും എനിക്കറിയത്തില്ല. കാല് വയ്യെങ്കിലും കൈ വയ്യെങ്കിലും ആളിവിടെ എത്തിയിട്ടുണ്ട്. അവൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അവക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. ഇതിപ്പോ അവന് വയ്യെങ്കിൽ അവളുടെ പിന്നാലെ ഇത് മാറുന്നില്ലല്ലോ നാശം. എന്നാലും ബലം കണ്ടാലും ഇല്ലേലും എനിക്ക് തന്ന കാശിന് വേണ്ടിട്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പൊന്നുകൊച്ച് ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കരുത് പ്ലീസ്. പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാ. കൂടെ നിക്കുന്നതൊക്കെ ആ റീത്തെ പോലെ നിക്കുന്ന നിൽപ്പിൽ കാല് മാറുന്നതാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. എപ്പോ പെട്ടെന്ന് ചോദിച്ചാൽ മതി. ഒരു കണക്കിനാ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയത്. എന്റെ പൊന്നു വെച്ച ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, എന്നെ വിട്ടേരെ, വേറെ വല്ല ആളെ നോക്കി പണിക്ക്. താനൊന്ന് വെച്ചിട്ട് പോടോ. എനിക്ക് ആ
അപ്പോഴേ അറിയായിരുന്നു തന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്ന്. തന്ന കാശും വാങ്ങി നക്കിയിട്ട് അയാള് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരിയെങ്കിൽ കഴിക്കും വരലൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് പോലും എന്നാലും കുറച്ച് ചിക്കൻ കിട്ടിയില്ലേ, അത് മതി. സെബാൻ, താനല്ലേ ഇവിടുത്തെ CS ഇൻചാർജ്? സർ. ഇവിടെ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഹാൻഡിൽ ചെയ്തില്ല? സർ, അത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയി. കൺഫ്യൂസ്ഡ്? വാട്ട് യു മീൻ? ഇവിടുത്തെ CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്ത് ഈ ഇഷ്യൂ ജെന്യൂൻ ആണോ അല്ലയോ എന്ന് നോക്കുന്നതിൽ നിങ്ങൾക്ക് ഇത്ര കൺഫ്യൂഷൻ എന്തായിരുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. സോറി സർ, അത് കൺഫ്യൂഷൻ മാത്രമല്ലായിരുന്നു, ഇത് ഫസ്റ്റ് ടൈം അല്ലേ. സോ ഞങ്ങൾ ആകെ പാനിക്കായി, എങ്ങനെയാ എന്താ ചെയ്യേണ്ടതെന്ന്. സോറി സർ, ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല. സർ, ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജോലി പ്ലീസ് സർ. താനിപ്പോ പറഞ്ഞില്ലേ ഇനി ആവർത്തിക്കില്ലെന്ന്? ആവർത്തിക്കരുത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഇത്തവണത്തേക്ക് ഞാൻ വെറുതെ വിടുവോ? കേട്ടല്ലോ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പോയിക്കോ. സാർ, സാറിനെ ഈ ഒരു അവസ്ഥയിലും ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, പറ്റിപ്പോയി. സോറി സാർ. ഒന്നും സാറില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് എല്ലാവരും ചെല്ലും. ഓക്കെ സാർ. എടാ, നീ എന്തായാലും ഇനി തിരിച്ചു പോവല്ലേ? ഹാടി, കാലിന് നല്ല പെയിൻ, പോയിട്ട് വേണമെന്ന്. ആണോ? നീ ഇപ്പൊ ഇവിടെ നിൽക്കിടക്കൊക്കെ ചെയ്തില്ലേ, അതിൻ്റെതായിരിക്കും. ആയിരിക്കും. എന്തായാലും നീ പോകുമ്പോ കൃഷ്ണയെ കൂടെ കൂട്ടിക്കോ. അതാകുമ്പോ നിനക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യണ്ടല്ലോ, അവള് ചെയ്തോളും. അതെന്താ അവളിപ്പം? അത് അവളുടെ ഷിഫ്റ്റ് കഴിഞ്ഞടാ. ഇനിയിപ്പം എന്റേത് കഴിയുന്നത് വരെ അവൾ ഇവിടെ കാത്തു നിൽക്കണ്ടല്ലോ. ഇതാകുമ്പോ നീ എന്തായാലും വീട്ടിലേക്കല്ലേ പോണേ, അപ്പൊ നിങ്ങക്ക് ഒരുമിച്ച്. സർ, നമ്മളെന്താ ഈ ബാക്കിൽ കൂടെ പോണേ? അവളുടെ ഒരു സാറ് വിളി. അതോ ഫ്രണ്ടിൽ കൂടെ പോവാൻ തോന്നിയില്ല, അതുകൊണ്ട് ബാക്കിൽ കൂടെ പോന്നു. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സർ, എനിക്കെന്ത് പ്രശ്നം? പിന്നെ എനിക്കറിയാം സാറെന്താ ഇതിലെ കൂടെ പോണേന്ന്. അറിയാവോ? എങ്കിൽ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അത് പിന്നെ സാറിന്റെ ഫാൻ ഗേൾസ് കാണില്ലേ ഫ്രണ്ടില്, അതല്ലേ? ഫാൻ ഗേൾസ് മാത്രല്ല, ബോയ്സും ഉണ്ട്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. ഹേയ്, ഒന്നുമില്ല, സാറ് നടന്നു. അവളുടെ അമ്മമ്മയുടെ ഒരു സാറ് വിളി എന്റേതായിപ്പോയി. എല്ലായിരുന്നെങ്കിൽ ഞാൻ കാല വാരി നിലത്തടിച്ചേനെ. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയാമെങ്കിൽ തിരിച്ചു പോവാനും എനിക്കറിയാം. ഓ, ഇനിയിപ്പോ സാറിനെ ഹെൽപ്പ് ചെയ്യാൻ സാറിന്റെ ഫാൻ ഗേൾസ് വരുമായിരിക്കും അല്ലേ സാർ? ഒന്ന് പോ. എന്താ നോക്കി? അതെ, കൂടുതൽ ആറ്റിറ്റ്യൂഡ് കാണിക്കാണ്ട് ഇങ്ങോട്ട് വാ. അത് ഒന്നും മിണ്ടണ്ട, ഇങ്ങോട്ട് നടക്ക്. ആയിക്കോട്ടെ. എന്താ ഒരു ചിരി? ആര് ചിരിച്ചു? ചിരിച്ചില്ലേ? സർ, എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? അത് പിന്നെ സാറിന്റെ ഫാൻസ് ഒക്കെ സാറിനെ സാറെന്നാണോ വിളിക്കണേ, അതിനി വേറെന്തെങ്കിലും ആണോ സാർ വിളിക്കണേ? എന്റെ പൊന്നിഷി, അല്ല കൃഷ്ണ, ഈ സാറ് വിളി ഒന്ന് നിർത്താമോ? നോ സർ, ഞാൻ നിങ്ങളുടെ വെറും ഒരു സ്റ്റാഫ് അല്ലേ, അപ്പൊ സാറിനെ ഞാൻ സാറിന് തന്നെയല്ലേ വിളിക്കണ്ടേ? എന്റെ പൊന്നി ശിവ, നീ ഇത് മനഃപൂർവ്വം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കണതല്ലേ? നിങ്ങളുടെ ശിവയോ? അല്ല, വേറെ ആരുടെയോ? അപ്പോ നിങ്ങളുടേതാവണ്ടേ? അല്ല, സാർ എന്നെ കൃഷ്ണ എന്ന് വിളിക്കുന്നത് നിർത്തുന്നോ അന്ന് ആലോചിക്കാം ഈ സാറ് വിളി ഞാൻ നിർത്തണോ വേണ്ടയോന്ന്. നിനക്കെന്താടി വട്ടാണോ? നീ തന്നെയല്ലേ പറഞ്ഞത് നിന്നെ ശിവാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലാന്ന്? പിന്നെ അത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ എപ്പോഴേലും ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് നിങ്ങൾ എന്നെ ശിവാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലാന്ന്? അത് പിന്നെ അങ്ങനൊക്കെ
ചോദിച്ചാ എന്തായാലും ഞാൻ നിന്നെ കൃഷ്ണനെ വിളിക്കത്തുള്ളൂ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ വിളി കേട്ടാ മതി. ഹാ, എനിക്കിപ്പം സൗകര്യമില്ല. ഞാൻ തന്നെ സാറെന്ന് വിളിക്കത്തുള്ളൂ. താനും അത് കേട്ടാ മതി. അതെ, അത് നീ പള്ളി പോയി പറ. അത് ഞാൻ എന്തിനാ പോയി പറയണേ? താൻ പോയി പറയടോ പറട്ടെ സാറേ. ഹാ, പറയൂടി, പറയും. നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ദേ, പള്ളി പോന്നേക്കെ കൊള്ളാം, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നേക്കണം. ഇല്ലെങ്കി എന്താ, ഞാൻ വേറെ വല്ല നല്ല ചെക്കന്മാരെയും കെട്ടി അയാളുടെ കുട്ടികളെ പ്രസവിച്ച് ഇവിടെ സുഖമായിട്ട് ജീവിക്കും. താൻ അവിടെ ഇരുന്ന് മുരടിച്ചു പോകത്തുള്ളൂ. ആഹാ, അത്രക്കായോ? നീ വേറെ കെട്ടുകൂടി. കെട്ടുവോ? ഹാ, കേട്ടത്തില്ല, തന്നെ കേട്ടുള്ളൂ. ഓഹോ, അല്ലേലും എനിക്കറിയാം നീ എന്നെ. അല്ല, നീ ഇപ്പോ എന്താ പറഞ്ഞേ? എന്താടോ ഇച്ചായ, തനിക്ക് ചെവി കേൾക്കാൻ വയ്യേ? അല്ല, എനിക്ക് ചിരിക്കുന്ന. ഓയ് ഇച്ചായോ, പോണ്ടേ? പോവാം. എങ്കി പിന്നെ പറന്നു പോയ കിളിയൊക്കെ പിടിച്ച് കൂട്ടിലിട്ടേച്ചേ വാ. ആ